നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ആ ഒരു വീഡിയോ ആണ്. അതൊരു പീൽ ഓഫ് മാസ്ക് ആണ്. നല്ല ട്രെൻഡിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. 8 ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പം വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർസ്, പിഗ്മെന്റേഷൻ ഇതൊക്കെ മാറും എന്നാണ് ആ ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. പിഗ്മെന്റേഷൻ എന്തായാലും മാറില്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതെന്തായാലും നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിഗ്മെന്റേഷൻ മാറത്തുള്ളൂ. എനിവേ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ രോമങ്ങൾ ഇതെന്തായാലും പോകുന്ന ആണ് ആ വീഡിയോയിലുള്ളത്. നമുക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇപ്പോഴാണെങ്കിൽ കറക്റ്റ് സമയമാണ്, കാരണം എൻ്റെ ഫേഷ്യൽ ഹെയർസ് എനിക്ക് നല്ല രീതിയിലുണ്ട്. ഇവിടെ ഞാൻ ഷേവ് ചെയ്തിട്ട് ഒരു 3 ആഴ്ചയോളമായി. സോ എനിക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ട്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇത് റൈറ്റ് ടൈമാണ്, ചെക്ക് ചെയ്തിട്ട് പോകുകയില്ലെന്ന് അറിയാലോ. സോ നമുക്ക് ഇനി വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാപ്പിപ്പൊടിയാണ്. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി എടുക്കുക. പിന്നെ എടുക്കേണ്ടത് കുറച്ച് പഞ്ചസാര എടുക്കുക. പിന്നെ കുറച്ച് വെള്ളം, ഒരു തുള്ളി വെള്ളം മതി എന്നാ ചേച്ചി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ വെള്ളം കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അത് മിക്സ് ആയതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പം ഇത് 4 നമ്മുടെ ഈ ഒരു മാസ്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലോണം ആ ചേച്ചി പറഞ്ഞ പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇനി ടിഷ്യൂ പേപ്പറാണ്. അപ്പം എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല, അതുകൊണ്ട് ഇത്തിരി പാടായിരിക്കും തോന്നുന്നു, അറിയില്ല. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ മുഖം ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. ബ്രഷ് ഇല്ലാതെ ഇട്ടാനും പറ്റും, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇടാൻ പറ്റും. പക്ഷെ മേത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇത് ഫേസ് മൊത്തം ഈ ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ. അങ്ങനെയാണ് ആ ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ 1 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് കീറി ഒട്ടിക്കാം കേട്ടോ. ഇത്രയും വലുത് വേണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെ ഒട്ടിക്കാം. ഇങ്ങനെ 2 ആക്കിയാലൊന്നും കുഴപ്പമില്ല എന്നാണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ മുഖമാകെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും കട്ടി കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ആ ചേച്ചി പറയുന്നുണ്ട് ആ വീഡിയോയിൽ. ഇങ്ങനെ മടക്കി ഒട്ടിക്കണോണ്ടൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ മുഖം മൊത്തം കവറായിരിക്കണം, ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ അറിഞ്ഞും പുറഞ്ഞും കീറി ഇതിങ്ങ് മൊത്തം അങ്ങ് എന്താ പറയുക ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് മൂക്കിൻ്റെ അവിടെ ബ്ലാക്ക് ഹെഡ്സ് നല്ല രീതിയിലുണ്ടായിരുന്നു. അതാണ് ഞാൻ അത്രയും അവിടെ ഒട്ടിച്ചു കൊടുത്തേക്കണം. എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം കേട്ടോ. ഇത് മൊത്തം ഇങ്ങനെ ഒട്ടിച്ചതിന് കഴിഞ്ഞിട്ട് കണ്ട ഇതായിരുന്നു എൻ്റെ ഒരു ലുക്ക്. കുറച്ച് പറഞ്ഞും പോയി, അത് വേറെ കാര്യം. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യാമെന്ന് പറയണത് അടുത്ത ലെയർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് സെറ്റാവും. പിന്നെയും അടുത്ത ലെയർ നമ്മൾ ഇതങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ഇടുമ്പോൾ സൂക്ഷിക്കണം, ആ പേപ്പർ നമ്മൾ ടിഷ്യൂ പേപ്പറാണല്ലോ, അപ്പോൾ അത് പൊളിഞ്ഞു പോരാതെ മയത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ടതിന് ശേഷം പിന്നെ നമ്മളൊരു 2 മിനിറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടി ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ലെയർ ഇടാൻ. കണ്ടോ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖം ഇത്രയും സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ആ 3ാമത്തെ ലെയർ ഇടാണ്. അങ്ങനെ 3 ലെയറാണ് ടോട്ടലി. നമ്മൾ ഈ ഇങ്ങനെ 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഇത് അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടി. ഇനിയാണ് പീൽ ഓഫ്. ഇത് നല്ല സാറ്റിസ്ഫൈങ് ആട്ടോ, കാരണം ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ ഇതങ്ങ് ഊരിപ്പോരും. ഞാൻ ചിലവർ വീഡിയോയിൽ കിടന്ന് കരയുന്നതൊക്കെ കണ്ടു, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിവേ ഞാൻ സിമ്പിളായിട്ട് ഊരി. എൻ്റെ പിരികത്തിലൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് മെനക്കേടാണ് ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറിച്ച് കളയാന്നുള്ളത്. കുറച്ച് മെനക്കേടാണ്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ക്ഷമയോടെ അങ്ങ് ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. എനിക്ക് മൂക്കിൻ്റെ അവിടെ ആണ് നല്ല രീതിയിൽ ഞാൻ പ്രഷറൈസ് ചെയ്ത് എടുത്തത്, കാരണം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും പ്രഷർ ചെയ്ത് എടുത്തത്. അങ്ങനെ നമ്മളിത് മുഖം കഴുകി എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നിയത് സ്കിൻ ഒന്ന് ചെറുതായിട്ട് ബ്രൈറ്റ് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എൻ്റെ രോമങ്ങളൊന്നും പോയിട്ടില്ല, ഫേഷ്യൽ ഹെയർസ് അനങ്ങിയിട്ടില്ല. എന്താ പറ്റിയത് എനിക്കറിയില്ല, എനിക്ക് റിസൾട്ട് ഉണ്ടായില്ല. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് എനിക്കിപ്പോഴും തടയുമ്പോഴും കാണാൻ പറ്റുന്നുണ്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചുള്ളെങ്കിൽ മേ ബി പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് വലിയ റിസൾട്ട് ഫേഷ്യൽ ഹെയർസിൻ്റെ കാര്യത്തിൽ ഒട്ടും ഉണ്ടായിട്ടില്ല. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒരു പൊടിക്ക് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. അതൊക്കെയാണ് അപ്പോൾ എൻ്റെ റിസൾട്ട്. നിങ്ങളിത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് കമൻസിൽ അറിയിക്കാം നിങ്ങളുടെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത്. അടുത്തത് ഏത് കൈൻഡ് ഓഫ് വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യണം എന്നുള്ളതും ഒന്ന്
കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്കിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ മതി, നമുക്കത് ചെയ്തിടാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.